ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നിയമസഭയിൽ നടന്നു. ഭരണപക്ഷത്തു നിന്നും ടി പി രാമകൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു. വർത്തമാന പ്രശ്നങ്ങളെ മറികടക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ഇടപെടലുകളുടെ നേർരേഖയാണ് നയപ്രഖ്യാപനമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം, പൊതുകടം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ചർച്ചയിൽ പങ്കെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് UGC ഈ മാസം 6-ന് പുറത്തിറക്കിയ കരട് മാർഗരേഖ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് ഏകകണ്ഠമായി പാസാക്കി. കരട് മാർഗരേഖ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും എതിരാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ പ്രകടനം വിലയിരുത്തുന്ന 2016-22 കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും എണ്ണം അനുവദിച്ചതിലും കുറവാണെന്ന്, ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശം. സുരക്ഷാ ബോധം പൊതുശീലമാക്കി മാറ്റണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അദ്ദേഹം നാളെ വൈകുന്നേരം നിർവഹിക്കും. കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും കേന്ദ്രമന്ത്രി ആറന്മുളയിൽ ഉദ്ഘാടനം ചെയ്യും. റെയിൽവേ മെയിൽ സർവീസ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്തയച്ചു. സംസ്ഥാനത്തെ തപാൽ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക മുഖ്യമന്ത്രി കത്തിൽ പങ്കുവച്ചു. ലൈഫ് ഭവന പദ്ധതിക്ക് 100 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പദ്ധതിക്ക് ഇതുവരെ 5684 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിക്കുന്ന നിർണയ ലബോറട്ടറി ശൃംഖല സംസ്ഥാനമൊട്ടാകെ 3 മാസത്തിനുള്ളിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരിശോധനാ ഫലങ്ങൾ മൊബൈലിലൂടെ അറിയാനും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കേരള വനം വികസന കോർപ്പറേഷൻ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഈ മാസം 24-ന് തുടക്കമാകും. അടുത്ത വർഷം ജനുവരി 23 വരെ നടത്തുന്ന പരിപാടികളുടെ ഉദ്ഘാടനം 24-ന് വനം മന്ത്രി AK ശശീന്ദ്രൻ കോട്ടയത്ത് നിർവഹിക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിൽ ഇത്തവണ മുഴുവൻ അയ്യപ്പ ഭക്തർക്കും സുഖകരമായ ദർശനം ഒരുക്കാൻ സാധിച്ചതായി മന്ത്രി VN വാസവൻ. തീർത്ഥാടന കാലം വിജയകരമായി പൂർത്തീകരിക്കാൻ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ ദേവസ്വം വകുപ്പ് അനുമോദിച്ചു. ഇന്ത്യ-ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. 5 മത്സരങ്ങളുള്ള പരമ്പര നാളെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ആരംഭിക്കും. കോലാലംപൂരിൽ നടന്ന ICC അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് T20 ലോകകപ്പ് മത്സരത്തിൽ ആതിഥേയരായ മലേഷ്യയെ ഇന്ത്യ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വ്യാഴാഴ്ച നടക്കുന്ന ഇന്ത്യയുടെ അടുത്ത മത്സരത്തിൽ ശ്രീലങ്കയാണ് എതിരാളി. എറണാകുളം ജില്ലാ ജയിലിൽ ഈ മാസം 10-ന് അനധികൃതമായി സന്ദർശകരെ അനുവദിച്ചതിൽ മധ്യമേഖല DIG P അജയകുമാർ, എറണാകുളം ജില്ലാ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. US പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ നിർണായക ഉത്തരവുകളിൽ ഒപ്പുവെച്ച ഡൊണാൾഡ് ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും US പിന്മാറി. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ 78 നയങ്ങൾ റദ്ദാക്കിയാണ് പുതിയ ഉത്തരവുകൾ. നിയമസഭകളെ മികച്ചതും ഗുണപരവുമായ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഇടമാക്കി മാറ്റണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇന്ന് പറ്റ്നയിൽ നടന്ന 85ാമത് ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ $8 ബില്യൺ വളർന്നതായും അടുത്ത ദശകത്തിൽ അത് $44 ബില്യൺ എത്തുമെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ്. സ്പേഡെക്സ് പോലുള്ള ദൌത്യങ്ങൾ സാങ്കേതിക പുരോഗതിയിലെ ഒരു കുതിച്ചുചാട്ടമാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രപതി ഭവനിലെ അമൃത ഉദ്യാനം ഫെബ്രുവരി 2 മുതൽ മാർച്ച് 30 വരെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. തിങ്കളാഴ്ച ഒഴികെ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശന സമയം. പ്രവേശനം സൗജന്യമാണ്. പേപ്പർ ആൻഡ് ടിഷ്യൂ ഷോ 2025 അബുദാബിയിലെ നാഷണൽ എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള 22 കമ്പനികൾ ഉൾപ്പെടെ 120-ലധികം രാജ്യങ്ങളിൽ നിന്നായി 300-ലധികം സംരംഭകർ 3 ദിവസത്തെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നാളെ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ച സാഹചര്യം നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ജോലിക്ക് ഹാജരാകാത്തവരുടെ ശമ്പളത്തിൽ നിന്ന് പണിമുടക്ക് ദിവസത്തെ ശമ്പളം കുറവ് ചെയ്യുമെന്ന് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.